മലയാള ചിത്രം തങ്കമണി. ദിലീപ്, നിതാ പിള്ള, പ്രണീത തുടങ്ങിയവർ അഭിനയിച്ച് രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത സിനിമ. തങ്കമണി സിനിമയെക്കുറിച്ചിട്ടുള്ള വീഡിയോ റിവ്യൂ ആണിത്. ഈ വർഷത്തെ പ്രതീക്ഷയുള്ള ഒരു സിനിമയായിരുന്നു തങ്കമണി. ഈ സിനിമ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ദിലീപിൻ്റെ വരാനിരിക്കുന്ന സിനിമകളിൽ ഒരു വ്യത്യസ്ത സിനിമയായിട്ട് എനിക്ക് തോന്നിയതായിരുന്നു. കാരണം രതീഷ് രഘുനന്ദൻ ഇതിനു മുമ്പ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഉടൽ. ഉടൽ ഞാൻ തിയേറ്ററിൽ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. വളരെ കുറച്ച് ക്യാരക്ടറൊക്കെ വെച്ച് ഒരു വീട് മാത്രം കേന്ദ്രീകരിച്ച് അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് ഒരു കഥ പറഞ്ഞ കുറച്ച് ടെക്നിക്കൽ പരമായിട്ടൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു സിനിമയായിരുന്നു ഉടൽ. രതീഷ് എന്നെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉടൽ സിനിമ കണ്ടിട്ടാണ് ദിലീപ് ഇങ്ങനെയൊരു ചാൻസ് രതീഷിന് കൊടുത്തത്. അപ്പോൾ ഈ തങ്കമണി എന്ന് പറഞ്ഞാൽ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച് അല്ലെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു തങ്കമണി ഗ്രാമത്തിൽ 1986 ഒരു ദിവസം രാത്രി നടന്ന പോലീസിൻ്റെ നരനായാട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഒരു റിയൽ ഇൻസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കഥ ഈ സിനിമയിൽ എങ്ങനെ രതീഷ് എടുക്കുമെന്നൊക്കെ അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ അനൗൺസ് ചെയ്ത് ടൈറ്റിലൊക്കെ വന്ന് പുക ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എൻ്റെ പ്രതീക്ഷയ്ക്ക് കുറച്ച് മങ്ങലേറ്റിട്ടുണ്ടായിരുന്നു. ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു അതിനാടകീയത ഫീലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും നമുക്ക് തിയേറ്ററിൽ തന്നെ സിനിമ കണ്ടു നോക്കാമെന്ന് വിചാരിച്ച FDFS ഞാൻ ഐരിസ് പ്ലക്സിൽ ഈ സിനിമ കാണാൻ പോയത്. സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നിരാശ ഉളവാക്കുന്നതായിരുന്നു. കാരണം നമുക്ക് പ്രതീക്ഷയുള്ള സിനിമകൾ ഭയങ്കര മോശം സിനിമ എക്സ്പീരിയൻസ് തിയേറ്ററിൽ തരുമ്പോൾ അത് ഭയങ്കര നിരാശ ഉണ്ടാക്കി. ഈ സിനിമ മോശമായെന്ന് പറഞ്ഞ് ദിലീപിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്താ പറയുക, ദിലീപ് ഈ സിനിമയിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ രതീഷ് രഘുനന്ദനെ സംബന്ധിച്ചൊരു അയാളുടെ കരിയറിൽ തന്നെ ഒരു ഭയങ്കര മാറ്റം ഉണ്ടാക്കേണ്ട ഒരു സിനിമയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ സിനിമ അത്രയും ഒരു എന്താ പറയുക ഭയങ്കര പാളിപ്പോയ എക്സിക്യൂഷനും സ്ക്രീൻ പ്ലേയും ഒക്കെ കൊണ്ട് സമ്പന്നമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ ഈ പറഞ്ഞ പോലെ തങ്കമണി എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ ബേസ് തന്നെയാണ് ഈ സിനിമയിലെ കഥ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു റിയൽ ഇൻസിഡൻറ്റ് സ്റ്റോറി എടുത്തപ്പോൾ രതീഷ് ഇത് പാതി വെന്ത അവസ്ഥയിലായിപ്പോയി. കാരണം ഇതിൽ ദിലീപിൻ്റെ കഥാപാത്രത്തിനെ കുറച്ച് മാസ് ആക്ഷൻ റിവെഞ്ച് മോഡിലൊക്കെ കാണിക്കാൻ കൂടുതൽ ശ്രമിച്ചപ്പോൾ അപ്പുറത്തെ സൈഡിൽ തങ്കമണി റിയൽ സ്റ്റോറിക്കാണെങ്കിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്താനും സാധിച്ചിട്ടില്ല. അതിൽ ഇമോഷൻസൊക്കെ ഭയങ്കര തീവ്രതയാക്കി പ്രേക്ഷകർ തിയേറ്ററിൽ കാണുമ്പോൾ അങ്ങോട്ട് ഉൾക്കൊള്ളാനൊന്നും പറ്റിയിട്ടില്ല. കാരണം അങ്ങനെയായിരുന്നു ഇതിൻ്റെ മേക്കിംഗ്. സിനിമയുടെ ഡ്യൂറേഷൻ 2 മണിക്കൂർ 36 മിനിറ്റ് ഉണ്ട്. ആ ഒരു 2 മണിക്കൂർ 36 മിനിറ്റിൽ ഈ സിനിമയിൽ നല്ല വശങ്ങൾ പറയണം എന്ന് വിചാരിച്ചാൽ എല്ലാം കൂടി ഒരു അരമണിക്കൂറുള്ള സംഭവമേ കാണുള്ളൂ. ബാക്കി ഭൂരിഭാഗം സിനിമയും ഭയങ്കര അതിനാടകീയതയും മോശം പെർഫോമൻസും സ്ക്രിപ്റ്റ് വൈസും എല്ലാം കൊണ്ടും ഡൗണാണ് തങ്കമണി. ഇതിൽ ദിലീപ് അവതരിപ്പിക്കുന്ന കഥാപാത്രം അബേൽ ജോഷ്വ മാത്തൻ. അപ്പോൾ പുള്ളിക്കാരൻ്റെ കഥയാണ് സിനിമ കൂടുതലായിട്ട് പറയുന്നത്. തങ്കമണിയിൽ ഉള്ള ഒരാൾ, അപ്പം ഫ്ലാഷ് ബാക്കും പ്രസൻറ്റ് കാലഘട്ടമൊക്കെ ആയിട്ട് കഥ പറയുന്നുണ്ട്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു മിസ്റ്ററി ത്രില്ലർ, കുറച്ച് കൊലപാതകങ്ങൾ നടക്കുന്നു, അതിൻ്റെ പിറകിൽ ആരാണ് എന്നൊക്കെ ഉള്ള ഒരു അന്വേഷണാത്മക രീതിയിലാണ് പോകുന്നത്. ഈ കേസ് അന്വേഷിക്കാൻ വരുന്നത് പ്രണീത അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്. പ്രണീതയാണെങ്കിൽ മോശം അഭിനയമാണ്. ഡബ്ബിങ് ആയാലും വേറെ ആരാണ് ഡബ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഒരു സീൻസിൽ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ ആയാലും ഭയങ്കര മോശമായി പോയി. പല സീരിയസ് സിറ്റുവേഷനും പ്രണീതയുടെ അഭിനയം കാരണം ഭയങ്കര കോമഡിയായി. തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചിരിക്കുന്നുണ്ട്, കമൻറ്റുകൾ വിളിച്ച് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സിനിമ OTT-ലൊക്കെ വരുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അതിൽ ഒരുപാട് ക്രിഞ്ചായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സീരിയസ് സിറ്റുവേഷനിൽ പോലും ചിരിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഈ സിനിമ OTT വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ പ്രണീത ഈ സിനിമയെ ഭയങ്കരമായിട്ട് താഴോട്ട് വലിച്ചിട്ടുണ്ട്. പ്രണീതയും ദിലീപുമായിട്ടുള്ളൊരു ഇൻട്രോഗേഷൻ സീനുണ്ട് പോലീസ് സ്റ്റേഷനിൽ. ആ സീനൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു, എന്താണ് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് കാണുന്ന നമ്മൾ പോലും ഒരു നിമിഷം ഇങ്ങനെ ഞെട്ടിപ്പോകും. അയ്യോ, അത്രയ്ക്ക് മോശമായിട്ടുള്ള രീതിയിലുള്ള എക്സിക്യൂഷനായിരുന്നു. സിനിമയിൽ ചില വിഭാഗങ്ങൾ കൊള്ളാം. ഒരു പാട്ട് കൊള്ളായിരുന്നു, ദിലീപും നീതാ പിള്ളയായിട്ടുള്ള. നീതാ പിള്ളയുടെ കാര്യം പറയണം. നീതാ പിള്ള ദിലീപായിട്ട് ഒരു തരത്തിലുള്ള കെമിസ്ട്രി ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. നീതാ പിള്ളയുടെ ചില എന്താ പറയുക ഒരു ചില കൊഞ്ചലുകൾ അല്ലെങ്കിൽ ചില എക്സ്പ്രഷൻസൊക്കെ അതും ഭയങ്കര മോശമായിപ്പോയി. ഈ സിനിമയിൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് തങ്കമണിയിൽ ദിലീപിൻ്റെ ഫ്ലാഷ് ബാക്ക് ഉള്ള പോർഷൻസ്, പ്രത്യേകിച്ച് പോലീസ് അറ്റാക്ക് ചെയ്യുമ്പോഴുള്ള കുറച്ച് ഇമോഷണൽ സീൻസ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ദിലീപിൻ്റെ കുറച്ച് പെർഫോമൻസ് അത് നന്നായിരുന്നു. പിന്നെയുള്ളത് അസീസ് നെടുമങ്ങാടിൻ്റെ പെർഫോമൻസ്, അതും നല്ല എനിക്ക് ഇംപ്രഷനായിട്ട് തോന്നി. പിന്നെ സിദ്ദിഖ് കുറച്ച് നേരെ വരുന്നുള്ളൂ. സിദ്ദിഖാണ് കഥ പറയുന്നത് തങ്കമണിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത്. ആ പോർഷനും കൊണ്ടായിരുന്നു. ബാക്കി ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ബാക്കി ഒരുപാട് ആക്ടേഴ്സൊക്കെ അതിനാടകീയതയുടെ എന്താ പറയുക ഓവർ ഡോസ് സിനിമയിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. സിനിമയിലെ മേക്കിംഗ് തന്നെ ഞാൻ പറയാം, അപ്പോൾ എഡിറ്റിങ്ങിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ക്യാമറ വർക്കായാലും മനോജ് പിള്ളയുടെ ക്യാമറ വർക്കായാലും അധികം ഇംപ്രഷനായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. സെറ്റ് വർക്കിലും പ്രശ്നങ്ങൾ തോന്നി, മേക്കപ്പിൽ പ്രശ്നം തോന്നി. ഇങ്ങനെ ഓരോ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് എടുത്ത് പറയാൻ കാരണം ഈ സിനിമ തിരക്കഥയായിട്ടോ സംവിധാന മികവിലോ നമ്മളെ പിടിച്ചിരുത്തുന്നില്ല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കും. അതാണ് ഈ സിനിമയുടെ ഒരു പ്രധാന മൈനസായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഈ തങ്കമണിയുടെ സംഭവം അത്രയും കേരള മനസാക്ഷിയെ പിടിച്ച് കുലുക്കി അല്ലെങ്കിൽ ഭയങ്കര അവിടുത്തെ ജനങ്ങൾ പോയ ഒരു ട്രോമ ഇമോഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അതിതീവ്രമായിട്ട് പറയേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതൊന്നും നമ്മളങ്ങോട്ട് പിടിച്ച് എഫക്റ്റീവ് ആക്കുന്നില്ല, പ്രേക്ഷകനെ പിടിച്ച് എഫക്റ്റീവ് ആവുന്നില്ല. എനിക്ക് ഒട്ടും എഫക്റ്റ് കിട്ടിയില്ല. ഞാൻ കണ്ട കൂടെയുള്ള തിയേറ്ററിലെ ആൾക്കാരുടെ റെസ്പോൺസും കൂടെ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. നമുക്ക് ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു റിയൽ സംഭവം, നമുക്ക് അറിയാവുന്ന ഒരു സംഭവ കഥ നമ്മൾ സിനിമയായിട്ട് മികച്ച രീതിയിൽ കാണാൻ വരുമ്പോൾ ഇങ്ങനെയുള്ളൊരു സിനിമയാണ് എടുത്തു വച്ചിരിക്കുന്നത്. അത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നതാണ്, നിരാശ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. അതുകൊണ്ട് തങ്കമണി എന്താ പറയുക, മൊത്തത്തിൽ
സ്പോയിൽഡ് ദ സബ്ജക്റ്റ്, ആ ഒരു റിയൽ സ്റ്റോറിയെ സ്പോയിലാക്കി എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും. എന്നെ സംബന്ധിച്ച് വളരെയധികം നിരാശ തോന്നി. കാരണം പ്രതീക്ഷ ഉള്ളൊരു സിനിമയായിരുന്നു. അതുകൊണ്ട് തങ്കമണിയെക്കുറിച്ച് എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനുമില്ല. ഈ റിവ്യൂ നിങ്ങൾക്കത് കൃത്യമായിട്ട് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് മുഖേന പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് ശ്രീ സ്റ്റോക്കിസിൽ കൂടി പിന്നീട് കാണാം.